വീണ്ടും നമ്മൾ ദില്ലിയിലേക്ക് പോവുകയാണ്. SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയിരുന്നു ദില്ലി പോലീസ്. CJP സമരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന ഐഷിയെ 2021 കേസിലെ പേരിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ എത്തിയത്. 30-ന് ഹിയറിംഗ് നടക്കാനിരിക്കെയാണ് നാടകീയ നീക്കം ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആദിൽ പാലോടും നോബിൾ മാരിക്കാരനും ചേരുന്നുണ്ട്. തീർത്തും നിയമവിരുദ്ധമായ നടപടി, വേട്ടയാടൽ എന്നതാണ് CPM പറയുന്നത്. നോബിൾ മാരിക്കാരൻ, തുടർ നീക്കങ്ങൾ എന്താണ്? ഐഷി ഉൾപ്പെടെയുള്ളവർ അവിടെ ഇപ്പോഴും തുടരുകയാണോ? വിനിത, നിലവിൽ എത്തിയ ദില്ലി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഔദ്യോഗിക വാഹനത്തിനുമല്ല, സ്വകാര്യ വാഹനത്തിലാണ് ഈ 4 ഉദ്യോഗസ്ഥർ എത്തിയത്. നേരെ ഇവർ AKG ഭവനുള്ളിലേക്ക് പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ ഐഷിയുമായി ബന്ധപ്പെട്ട് പഴയ ഒരു കേസിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന സൂചന എന്താണ് നൽകിയത്. പഴയ കേസിന്റെ ഭാഗമായി ഇപ്പോൾ ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായാണ് പഴയ കേസ് കുത്തിപ്പൊക്കിയതെന്നാണ് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥർ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറാകാതെയാണ് പോവുകയും ചെയ്തത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം നൽകിയ ഒരാളാണ് ഐഷി ഘോഷ് എന്ന് പറയുന്നത്. മുഴുവൻ സമയവും തന്നെ അവിടെ സമരവേദിയിൽ ഉണ്ടായിരുന്നു. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് അവിടെ എത്തിക്കുന്നതിലൊക്കെ വലിയ പങ്ക് ഐഷിക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, വിദ്യാർത്ഥികളെയൊക്കെ നിർത്തിക്കൊണ്ട് സമരത്തിന്റെ ഗതിയൊക്കെ നിർണ്ണയിക്കുന്നതിലും ഐഷി നിർണായക പങ്കുവഹിച്ച ആളാണ്. സ്വാഭാവികമായും ഐഷിക്കെതിരെ ഇപ്പോൾ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് ഈ സമരം അവസാനിച്ച് ഏറെക്കുറെ 2 ദിവസം പിന്നിടുമ്പോൾ ഉണ്ടാകുന്ന ഈ പോലീസ് നടപടിയെ സംശയത്തോടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. കാരണം ഇത്രയും ദിവസം എവിടെയായിരുന്നു ഈ കേസ്? 2021 കേസാണ്. ഇത്ര ദിവസം കൊണ്ട് എന്തിന് ഈ കേസ് നടപടി ഉണ്ടായില്ല? പെട്ടെന്ന് ഇങ്ങനൊരു അപ്രതീക്ഷിത നീക്കം ദില്ലി പോലീസ് നടത്തി എന്നൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് തന്നെയാണ് CPM ഉന്നയിക്കുന്നത്. ഈ ഘട്ടത്തിൽ എന്തിനെങ്കിലും നീക്കം, പ്രത്യേകിച്ച് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം വിജയിക്കുകയും ധർമ്മേന്ദ്ര പ്രധാൻ രാജിയൊക്കെ കഴിഞ്ഞ് ഇത്തരത്തിൽ, അതായത് കേസിലടക്കം പിൻവലിക്കുമെന്നൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇപ്പോൾ അത്തരത്തിൽ അടിയന്തരമായി ഐഷിക്കെതിരെ നീക്കം ഉണ്ടായി എന്താണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. നിലവിൽ ഐഷി AKG ഭവനിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പുറത്തിറങ്ങുമ്പോൾ ഐഷിയുടെ പ്രതികരണം കൂടി നമുക്ക് തേടാവുന്നതാണ്. എന്താണെങ്കിലും ജോൺ ബ്രിട്ടാസും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ MA ബേബി അടക്കമുള്ള ആളുകൾ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഈ വിഷയത്തെ വിമർശിച്ചിരിക്കുന്നത്. കാരണം അമിത്ഷായുടെ പോലീസ് പാർട്ടി ഓഫീസിന് അകത്ത് കയറിയിരുന്നു. പ്രധാനപ്പെട്ട CPMന്റെ ദേശീയ പാർട്ടിയുടെ ഓഫീസിന് അകത്ത് കയറി ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ അവർ ഉന്നയിക്കുന്നു. ഇനിയിപ്പോൾ 5 ദിവസങ്ങളിൽ ഈ വിഷയങ്ങളൊക്കെ പാർലമെന്റ് ഉന്നയിക്കുന്നവരുകൂടി ജോൺ ബ്രിട്ടാസ് MP വ്യക്തമാക്കുന്നു. എന്താണെങ്കിലും പോലീസ് നടപടി ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് വ്യക്തമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ നിലപാട് സ്വീകരിച്ചു. ഒപ്പം CPMന്റെ പ്രധാനപ്പെട്ട ചില അഭിഭാഷകരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും ഇക്കാര്യത്തിൽ എന്താണെങ്കിലും കൂടിയാലോചന നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. 30-ാം തീയതി കേസ് എടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് വിവരമുള്ളത്. ആ സമയത്ത് കോടതിയിലേക്ക് നടപടികൾ നീളാനിരിക്കെ എന്തുകൊണ്ട് ഇപ്പോൾ അടിയന്തരമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടായി എന്നൊക്കെയുള്ള വലിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്താണെങ്കിലും ഉണ്ട്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ മടങ്ങിയിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നത് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ സ്വകാര്യ വാഹനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ വരുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളും അവശേഷിക്കുന്നു. അവരൊരു കാറിലാണ്, നെക്സോൺ കാറിലാണ് ഉദ്യോഗസ്ഥർ 4 പേർ ഇവിടെ എത്തിയത്. അത്തരത്തിലുള്ള ചോദ്യങ്ങളും എന്താണ് അവശേഷിക്കുന്നത്. അതായത് CPM ഈ വിഷയത്തിൽ ആരോപിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ എത്തി എന്നാണ്. ഐഷി അടക്കമുള്ള ആളുകൾ ഇപ്പോഴും AKG സെന്ററിനകത്ത് തുടരുകയുമാണ്. വിനീത, ശരി, ആദിൽ പാലോടുണ്ട്. അതിൽ ഇപ്പോൾ അഭിഭാഷകർ കൂടി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു CPMന്റെ എന്നതാണ് മനസ്സിലാക്കുന്നത്. സുഭാഷ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ 30-ന് ഹിയറിംഗ് വെച്ച കേസ് കൂടിയാണ്. അതിലാണിപ്പോൾ പോലീസ് ഒരു നടപടി എന്ന നിലയ്ക്ക് എത്തിയത്. അറസ്റ്റിന് തന്നെയുള്ള നീക്കമായിരുന്നു. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഉറപ്പായും ഐസിയെ കൊണ്ടുപോകാനുള്ള ഒരുക്കം തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഞാൻ തൊട്ട് മുന്നിലാണ് ഇവിടെ ഉള്ളത്. ഇവിടേക്കാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ബോർഡ് നമുക്കിവിടെ കാണാം. ഈ ഭാഗത്താണ് AKG ഭവന്റെ ഐഷി ഘോഷ് ആദ്യം തന്നെ ഇവിടേക്ക് എത്തുന്നു, ഇതിന്റെ മുറ്റത്തേക്ക് എത്തുന്നു. വൈകാതെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണിച്ചു കൊടുത്താൽ, ഈ റോഡിന്റെ ഒരു ഭാഗത്ത് വാഹനമിടുകയായിരുന്നു. ഒരു ഭാഗത്ത് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്താണ് വാഹനം ഇട്ടത്. ഇതിനുള്ളിലേക്ക് കയറുക പോലും ചെയ്തില്ല. ഇതിന്റെ തൊട്ടു പിന്നിൽ വാഹനം പാർക്ക് ചെയ്യുന്നു. വളരെ വേഗത്തിൽ ഐഷിക്ക് പിന്നാലെ ഈ ഓഫീസിലെ അകത്തേക്ക് കയറുകയായിരുന്നു എന്നതാണ് പിന്നീട് കണ്ടത്. ഇതിനുള്ളിലേക്ക് വളരെ വേഗം കയറിപ്പോവുകയായിരുന്നു. കയറിപ്പോയിട്ട് ഐസി അകത്തേക്ക് കടന്നു. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ റിസപ്ഷനിലെത്തി ഐഷി ഘോഷിനെ വേണം എന്നാവശ്യപ്പെട്ടു. എന്താണ് ആവശ്യമെന്ന് ചോദിച്ചപ്പോഴാണ് ഈ 30-ാം തീയതിത്തെ കേസുമായി ബന്ധപ്പെട്ട് ചില നടപടികളുണ്ട് എന്ന് പറയുന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. വന്നത് ഔദ്യോഗിക വാഹനത്തിലായിരുന്നില്ല, ഒരു സ്വകാര്യ വാഹനത്തിലായിരുന്നു. ഒരു മഫ്തിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥ, യൂണിഫോമിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെയായിരുന്നു. മഫ്തിയിലുള്ള ഉദ്യോഗസ്ഥയാണ് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥ എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന AKG ഭവനകത്തേക്ക് വളരെ വേഗത്തിൽ കടന്നു പോവുകയും റിസപ്ഷൻ ഉള്ളിൽ കയറി എന്നുള്ളതാണ്. അനുവാദം ചോദിക്കാതെ അതിനുള്ളിൽ കയറി നിന്നു. ഐഷി ഘോഷിനെ കൊണ്ടേ പോവുകയുള്ളൂ എന്നതായിരുന്നു നിലപാട്. വൈകാതെയാണ് ഈ ജോൺ ബ്രിട്ടാസ് ഇവിടേക്ക് എത്തുന്നത്. ജോൺ ബ്രിട്ടാസിന്റെ വാഹനം നമുക്കിവിടെ കാണാം. ജോൺ ബ്രിട്ടാസ് ഇപ്പോഴും ഈ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരുമായി സംസാരിക്കുകയാണ്.
CPM-മായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ അഭിഭാഷകർ ഇപ്പോൾ AKG ഭവൻ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. എത്തുകയും എന്തുകൊണ്ട് നിങ്ങൾ ഔദ്യോഗിക വസ്ത്രം ധരിക്കാതെ ഔദ്യോഗിക വാഹനമില്ലാതെ എത്തുന്നു, നിങ്ങൾ എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെന്ന് നമ്മൾ അറിയും എന്ന് ചോദ്യം ചോദിക്കുന്നു. മാത്രമല്ല ഈ കേസുമായി 2021 കേസാണ്. ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് നടപടി എടുക്കണമായിരുന്നുവെങ്കിൽ ജന്തർ മന്ദറിൽ പരസ്യമായി തന്നെ സമരം ചെയ്യുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് നടപടിയുമായി മുന്നോട്ട് പോകാമായിരുന്നല്ലോ എന്ന ചോദ്യം കൂടി ജോൺ ബ്രിട്ടാസ് ചോദിച്ചതിന് പിന്നാലെയാണ് അവർ 3 പേരും പുറത്തേക്ക് ഇറങ്ങുകയും സ്വകാര്യ വാഹനത്തിൽ തന്നെ മടങ്ങുകയും ചെയ്തത്. ഏതായാലും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഈ സാഹചര്യം എന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം അകത്ത് MA ബേബി ഒപ്പം ജോൺ ബ്രിട്ടാസ് നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനെത്തിയ അഭിഭാഷകർ, അങ്ങനെ 3 ആളുകൾ ചേർന്നിരുന്ന് എന്താണ് ഇനി അടുത്ത ഘട്ടം എന്ന് ആലോചിക്കുകയാണ്. ഇനിയും അകത്തേക്ക് പോലീസ് ഇനി വരാനുള്ള സാധ്യതയുണ്ടോ എന്ന പരിശോധന കൂടി നടക്കുകയാണ്. വിനീത, ശരി. YS അഭിനന്ദ കൂടി അവിടെ നിന്ന് ചേരുകയാണ്. അഭിനന്ദ, ഐഷി ഘോഷ് എപ്പോഴാണ് എത്തിയത്? തൊട്ട് പിന്നാലെ പിന്തുടർന്നെത്തുകയാണെന്ന് പോലീസ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനിയും അത്തരം നീക്കങ്ങൾ ഉണ്ടാകും പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? വിനീത, ഐഷി ഘോഷ് SFIയുടെ ദില്ലി സംസ്ഥാന ഘടകവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ചില കാര്യങ്ങൾ അത് പാർട്ടി സെക്രട്ടറിയുമായിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഐഷി ഘോഷ് ഇവിടെ എത്തിയത്. ഐഷി ഘോഷ് എത്തുന്ന ആ ഘട്ടത്തിൽ പിന്നാലെ എത്തിയതാണ് ദില്ലി പോലീസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ദില്ലി പോലീസ് നടപടി അങ്ങേയറ്റം നരനായിട്ടാണെന്നാണ് ഇപ്പോൾ CPIM വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രാഥമിക പ്രസ്താവന മാത്രമാണ് CPM-ന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും രാജ്യമെമ്പാടും ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് കൂടി CPM കടക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ദില്ലിയിലുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ AKG ഭവനിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് വ്യക്തമാക്കുകയാണ്. ജോൺ ബ്രിട്ടാസ്, MA ബേബി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇവിടെ തുടർന്നുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ പ്രതിഷേധ പരിപാടികൾ എന്തൊക്കെയാണെന്ന് ആസൂത്രണം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഈ വഴി കടന്നാണ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടി ദില്ലി പോലീസ് പോയത്. ആ ഘട്ടത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് ഭാഗത്തുനിന്നുണ്ടായത്. കഴിഞ്ഞ കേസുകൾ, SFIയുടെ ദില്ലി ഘടകവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പിന്നെ എന്തായാലും രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് കടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം CPM-ന്റെ സമയത്തോളം അവരുടെ ദേശീയ ആസ്ഥാനമാണ്. ആ ദേശീയ ആസ്ഥാനത്തേക്ക് ഒരുച്ച കഴിഞ്ഞുള്ള സമയത്ത്, ഏതാണ്ട് 3:30 ആയ സമയത്ത് എങ്ങനെ ദില്ലി പോലീസിന് കടന്നു കയറാൻ സാധിക്കുമെന്നുള്ള ചോദ്യമാണ് CPM നേതാക്കൾ ചോദിക്കുന്നത്. ഇത് അങ്ങേയറ്റം ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണ്. ഒരു പാർട്ടി ഓഫീസ് നേരെയാണ് ആക്രമണത്തിൻ്റെ സ്വഭാവത്തോടു കൂടിയാണ് ദില്ലി പോലീസിലെ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്നുള്ള പ്രതികരണമാണ് ജോൺ ബ്രിട്ടാസ് അടക്കം നടത്തിയത്. ചുരിദാറിട്ട ഒരു വനിതാ ഉദ്യോഗസ്ഥ ഈ ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത് ഒരു യൂണിഫോം പോലും ധരിക്കാതെ അവരുടെ നടപടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ള ചോദ്യം കൂടി ഇപ്പോൾ CPM നേതാക്കൾ ചോദിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് CPM രാജ്യവ്യാപക പ്രതിഷേധമായി ഇത് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ദില്ലിയിൽ ഉള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളോട് എത്രയും വേഗം AKG ഭവനിൽ എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാന ഘടകങ്ങൾ കൂടി ഇപ്പോൾ ഡോക്ടർ വി പ്രതിഷേധത്തിലേക്ക് നീങ്ങാണല്ലോ. ഇവിടെ തോന്നിയാസങ്ങൾ കാണിക്കുന്ന പോലീസ് സംഘത്തിന് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ തോന്നിയാസങ്ങൾ കാണിക്കുന്ന പോലീസുകാർക്കൊപ്പം നിൽക്കാനല്ലല്ലോ. ഇവിടെ വിദ്യാർത്ഥി സമരത്തെ അടിച്ചൊതുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. വിനീത, ഡോക്ടർ വി ശിവദാസൻ MP ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഇവിടെ ദില്ലിയിലുള്ള MP-മാരോടും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളോടും അടിയന്തരമായി AKG ഭവനിലേക്ക് എത്താനാണ് ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി നൽകിയിരിക്കുന്ന നിർദ്ദേശം. രാജ്യമെമ്പാടും ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കുമെന്ന് പറയുകയാണ്. സംസ്ഥാന സെന്ററുകൾ കേന്ദ്രീകരിച്ച് അടിയന്തരമായി യോഗം ചേരണം. കീഴ്ഘടകങ്ങളടക്കം ഇപ്പോൾ നിർദ്ദേശം നൽകണം. രാജ്യമെമ്പാടും ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണം. ഏരിയ തലത്തിൽ, ലോക്കൽ തലത്തിൽ പ്രതിഷേധ സദസ്സുകൾ ഈ സന്ധ്യാനേരത്ത് സംഘടിപ്പിക്കണമെന്ന് കൂടിയുള്ള നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. ദേശീയ ആസ്ഥാനം CPM എന്ന് പറയുന്നത് കുറേയധികം നാളുകളായി പാർലമെന്റിൽ അംഗത്വം ഉള്ള ഒരു പാർട്ടി, സ്വാഭാവികമായിട്ടും നിലപാടുകൾ പറയുന്ന പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്തേക്ക് ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് 4 മണി സമയത്ത് എങ്ങനെ പോലീസ് യൂണിഫോം ധരിക്കാതെ എത്തി നടപടികൾ സ്വീകരിച്ചു എന്നടക്കമുള്ള ചോദ്യങ്ങൾ CPM ജനറൽ സെക്രട്ടറി ചോദിക്കുകയാണ്. ഐഷി ഘോഷിനെതിരായിട്ടുള്ള നടപടി പ്രതികാര നടപടിയാണ്. CJP പ്രക്ഷോഭത്തിന്റെ ഭാഗമായതിന് പിന്തുണ അറിയിച്ചതിന് പഴയ കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് സ്വീകരിക്കുന്ന നടപടികൾ അത് ആവർത്തിച്ച് പറയുകയാണെന്ന് കൂടി എന്തായാലും CPM ജനറൽ സെക്രട്ടറി പറയുന്നു. ഇതൊരു മറ്റ് പ്രതിഷേധത്തിന്റെ തലത്തിലേക്ക് നീങ്ങുകയാണ്.